ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡ്സ് നോക്കാം. ഇന്ന് ആക്ച്വലി 3 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായി. അത് ഞാൻ ലോവർ ടൈം ഫ്രെയിം നോക്കിയിട്ടാണ് എടുത്തത്. 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ഞാൻ കാണിച്ചു തരാം. ഈ 3 എണ്ണമായിരുന്നു ഇന്നത്തെ ട്രേഡ്. നമുക്ക് ആക്ച്വലി ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് മിസ്സായി. അതിന് ശേഷം എടുത്ത ട്രേഡാണിത്. ട്രേഡ് എൻ്റർ ചെയ്തത് ഈ ഒരു ക്യാൻഡിലാണ്, അതായത് ഇവിടെ 11:23 ആ ഒരു ക്യാൻഡിലാണ് എൻ്റർ ചെയ്തത്. അത് നമുക്ക് SL കിട്ടി. അടുത്ത ട്രേഡ് എടുത്തത് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു. അതായത് ഇത് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ലൊക്കേഷൻ ആണ്. ഇവിടുന്ന് അടുത്ത ട്രേഡ് എടുത്തു. ടാർഗറ്റ് ഈ ഒരു ഏരിയ ആണ് പ്ലേസ് ചെയ്തത്. പക്ഷെ അതും നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ അല്ല, ഒരു നെക്സ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ SL ഹിറ്റ് ചെയ്തു. ദെൻ വീണ്ടും ഒരു ട്രേഡ് എടുത്തത് ഈ ഒരു ക്യാൻഡിലായിരുന്നു, 12:04 ക്യാൻഡിൽ. അത് കോൾ ഓപ്ഷൻ ആണ് ബൈ ചെയ്തത്. അത് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വളരെ ചെറിയൊരു ടാർഗറ്റ് ആണ് ക്യാച്ച് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ഓർഡർ ബുക്ക് കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ ഓർഡർ ബുക്ക്. ഫസ്റ്റ് 10:23 ഒരു പുട്ട് ഓപ്ഷൻ ആണ് ബൈ ചെയ്തത്. അത് നമുക്ക് SL കിട്ടി. അവിടെ നിയർലി എനിക്ക് തോന്നുന്നൊരു 20-30 പോയിന്റ്സ് നമുക്ക് SL കിട്ടിയിട്ടുള്ളൂ. അടുത്തൊരു ട്രേഡ് 11:42 എൻ്റർ ചെയ്തു. 11:49 തന്നെ SL കിട്ടി. പിന്നെ എൻ്റർ ചെയ്ത ട്രേഡാണ് 12 o'clock എൻ്റർ ചെയ്തു. 12:20 ആ ടൈമിലാണ് എക്സിറ്റ് ചെയ്തത്. അത് നമുക്ക് ടാർഗറ്റ് ആണ്. ഓവറോൾ നോക്കുമ്പോൾ ഒരു അറ്റ് കോസ്റ്റ് എന്ന് പറയാം, അതായത് പ്രോഫിറ്റും അല്ല ലോസും അല്ലാത്ത ഒരു രീതിയിലാണ് ഇന്ന് നിൽക്കുന്നത്. ഞങ്ങൾക്ക് PNL കാണിച്ചു തരാം. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. 50-700 പുട്ട് ഓപ്ഷൻ, ദെൻ 50-300 പുട്ട് ഓപ്ഷൻ. പിന്നെ എൻ്റർ ചെയ്തത് 49-900 കോൾ ഓപ്ഷൻ ആണ്. അതിൽ നമുക്ക് 800 പ്രോഫിറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 2 ലോസ് ആണ്. ഓവറോൾ നോക്കുമ്പോൾ അറ്റ് കോസ്റ്റ്, അതായത് പ്രോഫിറ്റും ലോസും അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ ട്രേഡ്. നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് നോക്കാം. ഹയർ ടൈം ഫ്രെയിമിൽ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ. നമ്മൾ മാർക്ക് ചെയ്ത സോൺസ് ഒക്കെ ഇന്നും ആക്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ആക്ച്വലി ഫസ്റ്റ് രാവിലത്തെ ആ ട്രേഡ് നമുക്ക് മിസ് ആയതുകൊണ്ടാണ്. 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ. ഈ സോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബൈയിങ് നടന്നിട്ടുണ്ട്. 50 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ സോൺസ് നമുക്ക് റീഡ്രോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, 50 മിനിറ്റിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത പോലെ ഇത് നമുക്കൊരു സെല്ലിംഗ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ബൈയിങ് ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ബൈയിങ് നടന്നിട്ടുണ്ട്, ഇന്നും ബൈയിങ് നടന്നിട്ടുണ്ട് ഈ ഒരു സോണിനകത്തുനിന്ന്. അപ്പോൾ അവിടെ നമുക്കൊരു സോണായിട്ട് മാർക്ക് ചെയ്യാം. ദെൻ ഇവിടെ ഒരു മൈനർ സോൺ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ ട്രേഡ്. ഓക്കെ, താങ്ക് യു.